എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ട്രഫാർഗറിലോ അവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ടഷിക്കയെ 2 പീസാക്കി. ടഷിക്കയെ മാത്രമല്ല അവളുടെ സ്ക്വാഡിനെയും അവൻ 2ആക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു സെക്കൻഡ് ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും അതുകൊണ്ട് ഷോക്കാവും. അവരുടെ എല്ലാവരുടെയും മാസ്റ്ററാണ് ടഷിക്കി. ടഷിക്കിക്കാണെങ്കിൽ ആ ഒരു അപമാനം അത് സഹിക്കാൻ കഴിയില്ല. കാരണം അവളാണ് ദ ബെസ്റ്റ് സ്ക്വാഡ്സ്മാൻ എന്നാണ് അവൾ കരുതിയത്. പക്ഷെ ഒരൊറ്റ വെട്ടില് ഇപ്പൊ ട്രഫാർഗറിലോ അവളെ തോൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ വെട്ടുകൊണ്ടെങ്കിലും അവൾക്കും അവളുടെ ജീവൻ നഷ്ടമായിട്ടില്ല. 2 പീസായിട്ട് അവൾ ട്രഫാർഗറിലോയുടെ മുൻപിൽ തന്നെ അങ്ങനെ വീണ് കിടക്കുകയാണ്. അവൾ ദേഷ്യപ്പെട്ട് പറയും, നീ ഇപ്പോ ഇവിടെ വെച്ച് എന്നെ കൊല്ലണം. ഞാൻ ഈ ഫൈറ്റിൽ തോറ്റു, ഇനി ഞാൻ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനവനാണെങ്കിൽ വലിയൊരു പുച്ഛം അവൾക്ക് നേരെ ഇടും. എന്നെ കൊണ്ട് പറ്റില്ല നിന്നെ പോലെ വീക്കായിട്ടുള്ള ഒരാളെ കൊല്ലാൻ. ടഷിക്കിക്കാണെങ്കിൽ വീണ്ടും അത് അതിനെ കഴിഞ്ഞ് വലിയ അപമാനാവും. അവൾ അവളുടെ സ്ക്വാഡൊക്കെ എങ്ങനെയൊക്കെയോ ഏന്തി പിടിച്ചെടുത്ത് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവളെ കൊണ്ട് കഴിയില്ല. ട്രഫാർഗറിലോ അവനിപ്പോ അവളുടെ അടുത്തേക്ക് വരും. എന്തു പറ്റി, നിനക്കെന്നെ അറ്റാക്ക് ചെയ്യണോ? വെറുതെ ആവശ്യമില്ലാതെ എന്റെ അടുത്തേക്ക് വരണ്ട. ഇനി നീ വന്ന വെട്ടി ഞാൻ നിന്നെ പീസുകളാക്കും. അസിസ്റ്റൻസ് ആണെങ്കിൽ കമോൺ കമോൺ, അവൻ വീണ്ടും സ്വത്ത് മാസ്റ്റർ ടഷിക്കയെ അറ്റാക്ക് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് ഗണ്ണെടുത്ത് ആറഞ്ചം പുറഞ്ചം വെടിവെക്കും. അതിന് ട്രഫാർഗറിലോ അവന്റെ വിരളിഞ്ഞൊടിച്ച് ആ ബുള്ളറ്റ്സ് എല്ലാം വന്നതുപോലെ റിവേഴ്സ് അയക്കും. എന്നിട്ട് വീണ്ടും ഇപ്പൊ ടഷിക്കയെ വെട്ടാനായിട്ട് അവളുടെ നേർക്ക് പാഞ്ഞടുക്കും. ടഷിക്കി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ സ്മോക്കർ അവൻ ചാടി വീണ് ട്രഫാർഗറിലോയെ തടയാണ്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നേവിക്കാരുടെ ദേഹത്ത് കൈവെക്കും. നീ വെറും ഒരു പൈറട്ടാണെന്ന് പറഞ്ഞ് സ്മോക്കർ ആണെങ്കിൽ ട്രഫാർഗറിലോയെ തൂക്കി ഒരൊറ്റ അടി. അതിനുശേഷം സീപ്രസൻ സ്റ്റോൺ വെച്ച ആ സ്റ്റിക്ക് വെച്ച് അവനെ തല്ലി കൊല്ലുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. അവന്റെ തൊട്ടുപുറകില് ട്രഫാർഗറിലോ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. ട്രഫാർഗറിലോയ്ക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അവന്റെ കയ്യിലുള്ളത് സീപ്രസൻ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റിക്കാണെന്ന്. സോ അവൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് സ്മോക്കറിന് അവനെ പിടിച്ചു വലിക്കുകയാണ്. സ്മോക്കർ ആണെങ്കിൽ ട്രഫാർഗറിലോയെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ആ ഗ്യാപ്പില് ഇപ്പൊ ട്രഫാർഗറിലോയുടെ കയ്യിലുണ്ടായിരുന്ന സ്ക്വാഡ് മുകളിലുണ്ടായിരുന്ന സർക്കിളിൽ ആഞ്ഞടിച്ച് അവൻ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്ന കല്ലും മണ്ണും കപ്പലിന്റെ പാർട്സും സ്നോയും അതെല്ലാം തന്നെ താഴേക്ക് വീഴാൻ തുടങ്ങും. സ്മോക്കറും ട്രഫാർഗറിലോയും അവർ 2 പേരും അവിടെ തന്നെ ഫയറായിട്ട് നിൽക്കുകയാണ്. സ്മോക്കറിനാണെങ്കിൽ അവന്റെ കലി കൂടി വരും. നീ കൈവച്ചത് നേവി ആൾക്കാർക്ക് നേരെയാണ്. ഒരു കാരണവശാലും നീ ഇനി വെറുതെ പോവില്ല. നിന്റെ ചെപ്പടി വിദ്യകളൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല എന്ന് പറഞ്ഞ് സ്മോക്കർ വീണ്ടും ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. അതേസമയം ഇവിടെ അവരെല്ലാവരും ചേർന്ന് ടഷിക്കയെ തൂക്കിയെടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. ടഷിക്കയാണെങ്കിൽ ഇപ്പൊ സ്മോക്കറിനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയാൻ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ഓൾറെഡി ആ ബ്രൗൺ ബിയേഡിനെയും അവന്റെ ആൾക്കാരെ എല്ലാവരെയും തൂക്കി അവരുടെ ഡ്രസ്സൊക്കെ അടിച്ചു മാറ്റി രക്ഷപ്പെട്ട് കഴിഞ്ഞു. രക്ഷപ്പെട്ടു പോകുന്ന പോക്കില് ബ്രൗൺ ബിയേഡിനെയും കൊണ്ടാണ് അവർ പോയിരിക്കുന്നത്. ആ പൈററ്റ്സ് പരസ്പരം പറയും, അവര് നമ്മുടെ ബോസിനെ കൊണ്ടുപോയി. തുണി പോയതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മുടെ ബോസ് പോയത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ബോസിനെ തിരികെ പിടിക്കണം. ഒരു മുടിയൻ ചാടി എഴുന്നേറ്റ്, നിങ്ങൾക്ക് ആർക്കൊക്കെ ഇപ്പൊ എന്റെ കൂടെ വരാൻ പറ്റും, നമുക്കിപ്പൊ തന്നെ ബോസിനെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് അവനിപ്പോ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരെ കാണിക്കും. നമ്മുടെ ആൾക്കാര് ബ്രൗൺ ബിയേഡിനെ തട്ടിക്കൊണ്ടു വന്നത് അത് മറ്റൊന്നിനും അല്ല, അവര് ബ്രൗൺ ബിയേഡിന്റെ ബോഡിയിൽ ഇരുന്നാണ് ഇപ്പൊ ട്രാവൽ ചെയ്യുന്നത്. ലൂഫി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് ഇത്രയും സ്പീഡേ ഉള്ളോ, കുറച്ചുകൂടെ സ്പീഡിൽ പോ, ഞങ്ങൾക്ക് എത്രയും വേഗം നാമിയുടെ അടുത്തേക്ക് പോകണം. ബ്രൗൺ ബിയേഡിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. എന്റെ ടീമിലുള്ളവരുടെ ഡ്രസ് അടിച്ചു മാറ്റി എന്നെ തന്നെ തട്ടിക്കൊണ്ടുപോവാൻ നിങ്ങൾക്ക് അല്പമെങ്കിലും എളുപ്പമുണ്ടോ? ഇവിടെ ഉസോപ്പിനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. അവൻ ബ്രൂക്കിനോട് ചോദിക്കും, നിനക്ക് ആക്ച്വലി ബോഡി ഒന്നും ഇല്ലല്ലോ, ആകപ്പാടെ ഉള്ളത് ഒരു എല്ലും കൊട്ടാണ്. അതൊരു ഫീലും ഇല്ലാത്ത നീ ആ കോട്ടിടേണ്ട യാതൊരു ആവശ്യമില്ല, അതിങ്ങോട്ടേക്ക് ഇതാ. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ മഞ്ഞ ഡ്രസ്സിട്ട വില്ലന്മാര് അവരാണെങ്കിൽ അവരുടെ ബോസിന്റെ അടുത്തേക്ക് വന്ന് പറയും, ബോസ്, ട്രഫാർഗറിലോയും ആ G5-ലുണ്ടായിരുന്ന നേവിക്കാരും അവർ തമ്മിൽ ഇപ്പൊ ഏറ്റുമുട്ടുകയാണ്. മറ്റൊരു ഭാഗത്ത് ബിസ്ക്കറ്റ് റൂമിലുണ്ടായിരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ അവരെ മുഴുവനും ആ പൈററ്റ്സ് ടീം അവരടിച്ചുകൊണ്ട് പോയി. മാസ്റ്റർ ആണെങ്കിൽ അത് കേട്ട് ദേഷ്യപ്പെട്ട് ഗ്ലാസ് അതങ്ങനെ കൈകൊണ്ട് അമർത്തി പൊട്ടിക്കും. ഉടനെ നമ്മൾ മുൻപ് കണ്ട ആ ചിറകുള്ള പെണ്ണ് അവളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഇവര് നിസ്സാരക്കാരല്ല, വലിയ ബൗണ്ടിയൊക്കെ ഉള്ള വലിയൊരു പൈററ്റ് ടീമാണ്. ആ മാസ്റ്റർ ആണെങ്കിൽ ജോക്കറിനെ വിളിക്കാൻ പറയും. അതിനുശേഷം നമ്മുടെ ആൾക്കാരുടെ ഫോട്ടോ അതിലേക്ക് തന്നെ തുറച്ചു നോക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഫ്രാങ്കിയും നാമിയും ചോപ്പറും ടാഞ്ചിയും ആ കുഞ്ഞുങ്ങളും അവരെല്ലാവരും
മറ്റൊരു എക്സിറ്റ് കണ്ടെത്തി അതുവഴി പുറത്തേക്ക് ഓടി വരികയാണ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പുറത്ത് മുഴുവൻ ഐസ് ആയതുകൊണ്ട് തന്നെ അവരിപ്പോ തണുത്ത് വിറയ്ക്കാനായിട്ട് തുടങ്ങും. അതേസമയം സാഞ്ചിക്ക് ഭയങ്കര സന്തോഷം. സാഞ്ചിയുടെ വലിയൊരു ആഗ്രഹം അത് സാധിച്ചിരിക്കുകയാണ്. യാഹൂ, ഞാനിപ്പോ നാമിയുടെ ബോഡിയിൽ വന്നു. പ്ലീസ് ആരെങ്കിലും എനിക്കൊരു ക്യാമറ അറേഞ്ച് ചെയ്ത് തായോ. ഞാൻ ഈ ഗുഡ് മൊമെന്റ് അതൊന്ന് എന്റെ അഗ്രവാളിയിൽ പകർത്തട്ടെ എന്ന് പറഞ്ഞ് അവനിപ്പോ വമ്പം പോസിട്ട് നിൽക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഫ്രാങ്കിയുടെ ബോഡിയിലുള്ള റിയൽ നാമി. അവള് ദേഷ്യപ്പെട്ടു പറയും, പ്ലീസ് നീ ഓവറായിട്ട് ഇമോഷണൽ ആവരുത്. എന്റെ ബോഡിയിലെ ബ്ലഡ് ഒക്കെ പോയി എന്റെ സൗന്ദര്യം മുഴുവൻ പോവും. സോ ദയവ് ചെയ്ത് നീ നിന്നെ കൺട്രോൾ ചെയ്യേ. ഓപ്പറാണെങ്കിൽ നാമിയുടെ ബോഡിയിലുള്ള നമ്മുടെ സാഞ്ചിയെ അവൻ ഉപദേശിക്കും, നീ ഇപ്പോ നിന്നെ കൺട്രോൾ ചെയ്യണം. ഇതില്ലെങ്കിൽ നിനക്കല്ല നാമിക്കായിരിക്കും വലിയ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ ചോപ്പറിന് അവനെ കൊണ്ട് ഇപ്പൊ തണുപ്പ് സഹിക്കാനാവില്ല. കാരണം അവനിപ്പോ ഉള്ളത് സാഞ്ചിയുടെ ബോഡിയിലാണ്. അവരാണെങ്കിൽ നിർത്താതെ വീണ്ടും ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ഓടും. അപ്പോഴാണെങ്കിൽ ഒരു പിഞ്ചു കുഞ്ഞ് ഇതിന് തണുപ്പൊട്ട് സഹിക്കാൻ കഴിയാതെ അങ്ങനെ തെറിച്ചു വീഴുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഇത്രയും തണുപ്പില് ആ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ സ്മോക്കറിന്റെ ഫൈറ്റ് കാണിക്കും. അവനും ട്രഫാർഗർ ലോയും അവർ രണ്ടുപേരും മണിക്കൂറുകളായിട്ട് നിർത്താതെ ഫൈറ്റ് ചെയ്യാണ്. ആ ഫൈറ്റിലാണെങ്കിൽ സ്മോക്കറിന്റെ കപ്പൽ മുഴുവനായിട്ടും തകർന്നു കഴിഞ്ഞു. ചുറ്റും നിന്ന് സ്മോക്കറിന്റെ അസിസ്റ്റൻസും ടഷിക്കയും അവർ ആ ഫൈറ്റ് കാണുകയാണ്. ടഷിക്കയുടെ രണ്ട് ബോഡിയും ഇപ്പൊ ഒന്നാക്കി മാറ്റി കഴിഞ്ഞു. പക്ഷെ അവൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. മാത്രമല്ല മനസ്സിൽ വലിയൊരു ദുഃഖമാണ്. കാരണം അവളൊരു പൈലറ്റിന് മുൻപിൽ ദയനീയമായി പരാജയപ്പെട്ടു. മാത്രമല്ല ഇപ്പൊ സ്മോക്കർ ഒറ്റയ്ക്കാണ് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അവരാണെങ്കിൽ ഇപ്പൊ മുഴുവനായിട്ട് നിസ്സഹായരാണ്. കാരണം ഓൾറെഡി അവർക്ക് അവരുടെ കപ്പൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മാത്രമല്ല ട്രാൻസ്പോർട്ട് സ്നെയിൽ മുഴുവനായിട്ടും അവൻ കൈക്കലാക്കി കഴിഞ്ഞു. ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോഴായിരിക്കും നമ്മുടെ ടഷ്കി അവള് വീണ്ടും ഇപ്പൊ സ്ക്വാഡുമായിട്ട് ട്രഫാർഗർ ലോയെ ലക്ഷ്യമാക്കി പോവും. അതുകൊണ്ട് അസിസ്റ്റൻസ് പറയും, അയ്യോ ഇല്ല ഇല്ല മാഡം, ദയവ് ചെയ്ത് നിങ്ങൾ പോവരുത്. ഇപ്പോഴാണ് നിങ്ങളുടെ ബോഡി ഒന്ന് ഞങ്ങൾ കൂട്ടി യോജിപ്പിച്ചത്. വീണ്ടും നിങ്ങൾ അവിടേക്ക് പോയാൽ അത് മരണം ഇരന്നു വാങ്ങുന്നത് പോലെയാവും. സോ ദയവ് ചെയ്ത് അവിടേക്ക് ഇപ്പൊ പോവരുത്. അത് കേട്ട് ടഷ്കിയാണെങ്കിൽ ഒരു സെക്കൻഡ് സ്മോക്കർ പറഞ്ഞ കാര്യം ആലോചിക്കും. പൈററ്റ്സ് എന്നും പൈററ്റ്സ് തന്നെയായിരിക്കും. അവരെ ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അവൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ട്രഫാർഗറിലോ അവനവന്റെ യഥാർത്ഥ പൈററ്റ് സ്വഭാവം കാണിച്ചു കഴിഞ്ഞു. അവള് സ്മോക്കറിനെ നോക്കും. സ്മോക്കർ ആണെങ്കിൽ വിടാതെ ട്രഫാർഗറിലോയെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ അറ്റാക്കില് അവരുടെ കപ്പലും അവിടെ ഉണ്ടായിരുന്ന ഐസും അങ്ങനെ എല്ലാം തന്നെ തവിട് പൊടിയാവും. ട്രഫാർഗറിലോ ഓരോ അറ്റാക്കിൽ നിന്നും വളരെ ഈസിയായി എളുപ്പത്തിൽ രക്ഷപ്പെടും. സ്മോക്കർ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവനോട് ചോദിക്കും, നീ എന്തിനാണ് പങ്ഹാസാഡിലേക്ക് വന്നത്? മാത്രമല്ല ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നീ എന്തിനു വൈറലാടായെന്ന് ചോദിച്ച് വീണ്ടും വീണ്ടും അവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഫൈറ്റ് അങ്ങനെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും. രണ്ടുപേരും ശ്വാസമൊക്കെ വലിച്ചു വലിച്ച് മടുത്തു. ഫൈറ്റ് ചെയ്ത് മടുത്ത് രണ്ട് ഭാഗത്ത് നിൽക്കും. സ്മോക്കർ തീർത്തു പറയും, ഒരു കാരണവശാലും നിന്നെപ്പോലുള്ള പൈററ്റ് വാർലോഡ്സിനെ ഞാൻ വിശ്വസിക്കില്ല. സ്മോക്കർ ആണെങ്കിൽ ഇപ്പൊ ട്രഫാർഗർ ലോഡ് അടുത്തേക്ക് ഓടിയെത്തും. അവൻ സ്പൈക്ക് പോലുള്ള എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്ത് സ്മോക്കറിനെ തടയാൻ ശ്രമിക്കും. ഓരോ സ്പൈക്കിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ ക്ലോസ് എത്തുമ്പോഴേക്കും ട്രഫാർഗറിലോ വലിയൊരു സ്പൈക്ക് എടുത്ത് അവളുടെ വയറ്റ് തന്നെ കുത്തി അങ്ങോട്ട് കയറ്റും. ട്രഫാർഗർ ലോയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ ഓസ്കാർ ആക്ടിങ് ഇപ്പൊ ട്രഫാർഗർ ലോയുടെ മുൻപിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അവൻ സ്മോക്ക് ആയിട്ട് മാറി പുറകിലൂടെ വന്ന് ട്രഫാർഗർ ലോയെ അച്ചരം പൊച്ചറ അടിക്കും. പക്ഷെ അതിൽ നിന്നെല്ലാം ട്രഫാർഗർ ലോ ഞൊട്ടിയടയിൽ രക്ഷപ്പെടും. വേറെ വഴിയില്ലാതെ ട്രഫാർഗർ ലോ സ്മോക്കറിനെ പിടിച്ചു വലിച്ച് അവന്റെ നെഞ്ചിലൊരൊറ്റ അടി. ആ ഒരു അടിയില് അവന്റെ ഹാർട്ട് തെറിച്ച് പുറത്തേക്ക് വരും. സ്മോക്കർ ആണെങ്കിൽ നോ എന്ന് പറഞ്ഞ് വേദനയിൽ നിലവിളിക്കും. അതേസമയം ആ ഒരു ഹാർട്ട് അത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് ട്രഫാർഗർ ലോ ആളത് കയ്യിൽ ഏന്തി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.